ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ എന്നാദ്യം വിളിച്ചിട്ട് സ്നേഹമുള്ള വൈദികര്, ഡീക്കനച്ചന്മാര്, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സിസ്റ്റർമാര്, ഫോർമേഷനിലുള്ളവര്, സെമിനാരി വിദ്യാർത്ഥികള്, കുഞ്ഞുങ്ങളെ, മൈ ചിൽഡ്രൻ എന്ന് വിളിച്ച കാര്യമില്ല, കുഞ്ഞുങ്ങളെ, യുവതി യുവാക്കന്മാര്, പ്രായമുള്ളവര്, പ്രായം കുറഞ്ഞവര്, പുതിയ പഴയ എല്ലാ കുടുംബാംഗങ്ങൾക്കും അഭിവാദ്യങ്ങൾ കേട്ടോ. കറുത്ത അനുഗ്രഹിക്കരുത്. രാവിലെ ആയതുകൊണ്ട് വെയിലിന്റെ നല്ല സൂര്യന്റെ ഒരു കുത്തുണ്ട്, എന്നാലും വേണ്ടിയല്ല, നല്ല ശരിക്കും ഓപ്പൺ ലൈറ്റിൽ വീഡിയോ എടുക്കുമ്പോൾ ഒരു കൃപയാണല്ലോ. ഹല്ലേലൂയ. ഇപ്പം നമ്മുടെ സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു ദൈവത്തിന്റെ കരുണയാല്. നാളെ ഒരു സായാഹ്ന ശുശ്രൂഷയുണ്ട്. ഒരു ദിവസം പ്രാർത്ഥനയിലും ഒരുക്കത്തിലൊക്കെയാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറും ചെല്ലും. നാളത്തെ അഭിഷേകാഗ്നിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചാലോ. കർത്താവിന്റെ വലിയൊരു അനുഗ്രഹം നിങ്ങൾക്ക് നാളത്തെ ഞായറാഴ്ച രാത്രി 8 മണിക്ക് ശാലോം ടീമുള്ള അഭിഷേകാഗ്നി വഴി ലഭിക്കട്ടെ കേട്ടോ. നമുക്ക് ഇതിന്റെ അട്ടപ്പാടി നമ്മുടെ ഈ ഇതിടുന്ന ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ അഭിഷേകാഗ്നി ലിങ്ക് ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്ന് അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ നിങ്ങൾ കയറിയാൽ ആ ലിങ്ക് കിട്ടും കേട്ടോ. നിങ്ങൾ കുറവിലങ്ങാട്ടുള്ള PDMന്റെ ഓഫീസിലേക്ക് വിളിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ അഭിഷേകം ഒരു അനുഗ്രഹമായി മാറട്ടെ. നാളെ കഴിഞ്ഞുള്ള ഫ്രൂട്ട് ഓഫ് മേരി ശുശ്രൂഷ SDM സിസ്റ്റേഴ്സ് നടത്തുന്ന ഗർഭിണികളായ അല്ലെങ്കിൽ അമ്മമാരാകാൻ ഒരുങ്ങുന്നവർക്കും ശുശ്രൂഷ എല്ലാം അനുഗ്രഹമായി മാറും. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഈശോയോട് ചേർന്ന് ജീവിക്കാൻ എന്നുള്ളതാണ് തലക്കെട്ട്. നമുക്കിപ്പോൾ ഈശോയോട് ചേർന്ന് ജീവിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അത് നല്ലതാണ്, ഉറപ്പായിട്ടും അങ്ങനെ തന്നെ വേണം, സംശയമില്ല കാര്യത്തിൽ. ഈശോ നമ്മുടെ ഉള്ളിൽ ഈശോയിൽ ജീവിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, റോമാലേഖനം 15 അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മ വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: സ്ഥൈര്യവും സമാശ്വാസവും നൽകുന്ന ദൈവം പരസ്പര ഐക്യത്തിൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പൗലോസ് നൽകുന്ന ഒരു ആശംസയാണ്. റോമ 15 ക്ലോസ് എന്ന് പറഞ്ഞാൽ ലേഖനം സമാപിപ്പിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ്. സ്ഥൈര്യവും സമാശ്വാസവും നൽകുന്ന ദൈവം. അപ്പം നമുക്ക് ഉള്ള ഒരു ആശ്വാസം കിട്ടണം. പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആശ്വാസദായകൻ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ദൈവമാണ് ഇത് തരുന്നത്. എന്നിട്ട് പറയുകയാണ് സ്ഥൈര്യം. നമുക്ക് പലപ്പോഴും പല കാര്യത്തിൻ്റെ ധൈര്യമില്ല, ഭീരുത്വമാണ്. അപ്പോൾ അവിടെ നമുക്ക് വേണ്ടത് തന്നെ നല്ല ധൈര്യമാണ്. അപ്പോൾ സ്ഥൈര്യവും സമാശ്വാസവും തരുന്ന ദൈവമാണ്. വേറെ എവിടെ പോയത് കിട്ടിയാലെന്ന് മനസ്സിലാക്കണം. ബാക്കി ഏത് ആശ്വാസത്തിന്റെ പിന്നാലെ പോയ കടുപ്പെന്ന് വെച്ചാൽ ഇച്ചിരി കഴിയുമ്പോൾ തീരും. ഒരു ഐസ്ക്രീം കഴിക്കും, വൈകും ഭയങ്കര സുഖം, പിന്നെ കഴിഞ്ഞു. ഒരു AC ഹോളിലിരുന്ന് പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര വെയിലെന്ന് പറഞ്ഞ പോലെയാണ്. അങ്ങനെയല്ല അത്. മറ്റേത് തരുന്നതാണ്. കർത്താവ് പറഞ്ഞല്ലോ, യോഹന്നാൻ പറഞ്ഞില്ലേ, ഞാൻ തരുന്ന സന്തോഷം ആരും എടുത്തു മാറ്റുന്നതല്ല. 2, നമുക്ക് അസാമാന്യ ധൈര്യം വേണം. അപ്പോസ്തലന്മാർ ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. നമുക്ക് നല്ല ധൈര്യം വേണം. വി നീഡ് ദ കറേജ്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹ, അപ്പോൾ സ്ഥൈര്യവും സമാശ്വാസവും നൽകുന്ന ദൈവം. ഇനി എങ്ങനെയാണ് ഈശോയോട് ചേർന്ന് ജീവിക്കേണ്ടത്? പരസ്പര ഐക്യത്തിലാണ്. ഈശോയോട് ചേർന്ന് ജീവിക്കാൻ നിങ്ങൾ അനുഗ്രഹിക്കും. ആ ക്ലോസ് എന്തിനാണ് അവിടെ വെച്ചേ? നിങ്ങൾക്കറിയാം, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ട്രസ്റ്റ് ഫോം ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ചില ആധാരം എഴുതി കൊടുക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചില അവകാശം കൊടുക്കുന്നു, കാലശേഷം അപ്പോൾ അതിന് ചില ക്ലോസുകൾ വെക്കും. അപ്പം പരസ്പര ഐക്യം എന്ന് പറയുന്ന ആ മേഖല വരാതെ ഈശോയോട് ചേർന്ന് ജീവിക്കാൻ നോക്കണ്ട എന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. ഇപ്പം യാക്കോബ് 4:8 നിങ്ങൾക്ക് സുഭിചിത ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ അവിടെ നിങ്ങളോട് ചേർന്ന് നിൽക്കും. ഓക്കെ, അത് ഉറപ്പ്. ദൈവത്തോട് ചേർന്ന് നിൽക്കും. പക്ഷെ സഹോദരങ്ങളോടുള്ള സ്നേഹവും ബന്ധവും ഐക്യം വരാതെ ദൈവം ചേരുകയല്ല. അത് ചേരുകയല്ല, പറഞ്ഞിട്ട് കാര്യമല്ല. ചിലതൊന്നും കൂടി ചേരുകയെന്നൊക്കെ പറഞ്ഞ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ക്ഷമയുണ്ട്, എളിമയുണ്ട്, വിട്ടുകൊടുക്കലുണ്ട്, അനുതാപമുണ്ട്. അപ്പം പരസ്പര ഐക്യത്തിൽ ഈശോയോട് ചേർന്ന് നിൽക്കും. അപ്പോൾ കുടുംബത്തിൽ പരസ്പര ഐക്യമില്ലാതെ നമ്മൾ എത്ര വലിയ ആളാന്ന് പറഞ്ഞാൽ, എത്ര സ്പിരിച്വാലിറ്റി ഉള്ള ആളാന്ന് പറഞ്ഞാൽ ഈശോയോട് ചേരുമെന്ന് വിചാരിക്കരുത്. അത് കമ്മ്യൂണിറ്റിയിലാണ്, എവിടെയാണ്. അപ്പം അതുകൊണ്ട് ദൈവസ്നേഹ സഹോദര സ്നേഹം നമുക്കൊരു സുവർണ്ണ നിയമം. അത് നമുക്ക് വേർതിരിക്കാനാവാത്തതാണ്, വേർപെടുത്താൻ പറ്റാത്തതാണ്. നല്ല വചനമല്ലേ റോമ 15 മൊത്തം ഒന്ന് വായിച്ചോ, നല്ലതല്ലേ? ഹല്ലേലൂയ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഇപ്പോൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, വചനം പരസ്പര ഐക്യം, കുടുംബത്തിൽ നല്ല സ്നേഹം, ഐക്യവും, അവിടെയാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. പ്രാർത്ഥന വരാത്തടുത്ത് ഐക്യം വരാൻ ബുദ്ധിമുട്ടാണ് എന്ന് ബെൻറ്റമാർ പാപ്പ പറഞ്ഞൊക്കെ ഞങ്ങൾ ഓർത്തുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. പരസ്പര ഐക്യത്തിൽ ഈശോയോട് ചേർന്ന് നിൽക്കാൻ, സ്ഥൈര്യവും ആശ്വാസം ഈശോയിൽ നിന്ന് നേടുവാൻ ദൈവത്തിൽ നിന്ന് ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു.
കർത്താവായ ദൈവം ഒപ്പം തന്നെ കർത്താവ് നാളത്തെ അഭിഷേകാന്ത ശുശ്രൂഷ സംബന്ധിക്കുന്നവര് നാളെ കഴിഞ്ഞ് കർത്താവ് തിങ്കളാഴ്ച 8 മണി മുതലുള്ള കർത്താവ് ഫ്രൂട്ട് ഹോം വരെ അഭിഷേക ശുശ്രൂഷ നടത്തുന്ന ഓൺലൈൻ ശുശ്രൂഷ സംബന്ധിക്കുന്നവര് കർത്താവ് അതുപോലെ തന്നെ ബുധനാഴ്ച വൈകുന്നേരം നടക്കുന്ന കർത്താവ് 6 മണി മുതലുള്ള കർത്താവെ ശുശ്രൂഷ ഹോളി സ്പിരിറ്റ് ഇവന് ശുശ്രൂഷ അതിനകത്ത് എല്ലാം പ്രത്യേകം വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. കർത്താവായ ദൈവമായ തടസ്സങ്ങളിൽ അവർ അറ്റൻഡ് ചെയ്യാൻ കൃപ ലഭിക്കട്ടെ. ദുഷ്ടാരൂപങ്ങളെ ബന്ധിക്കുന്നു. ദൈവകൃപ നിങ്ങളെ താങ്ങട്ടെ. നിങ്ങളുടെ ഉദ്യമങ്ങളെ ദൈവമായ കർത്താവ് വിജയിപ്പിക്കട്ടെ. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.